നിങ്ങൾ എപ്പോഴും സ്ക്രീനിൽ വിരലോടിച്ചുകൊണ്ടിരിക്കുന്നവരാണോ? മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ജീവിതത്തേക്കാൾ മികച്ചത് ആണെന്ന് തോന്നാറുണ്ടോ? എന്ത് ചിന്തിക്കണം, എന്ത് വാങ്ങണം, എന്ത് അണിയണം എന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് മറ്റൊരു ശബ്ദമാണോ? ഇനി 5 മിനിറ്റ് മാത്രം എന്ന് നീ നിന്നോട് തന്നെ പറയുന്നു. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. ആ തുടർച്ചയായ സ്ക്രോളിങ്ങിൻ്റെ അടിയിൽ പേരിടാൻ പോലും നീ ആഗ്രഹിക്കാത്ത ഒരു നിശബ്ദമായ വേദന ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം നിനക്കറിയാം, ഈ തിളങ്ങുന്ന സ്ക്രീനിനേക്കാൾ വലിയ എന്തോ ഒന്നിനു വേണ്ടിയാണ് നീ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിനക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഓരോ തവണയും ഫോൺ കയ്യിലെടുക്കുമ്പോൾ അതിനെ വീണ്ടും നീ അടച്ച് അമർത്തുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് വിശ്രമിക്കുകയാണ്, റിലാക്സ് ചെയ്യുകയാണ്, ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ് എന്ന് നീ നിന്നോട് തന്നെ പറയുന്നു. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ഇത് വിശ്രമമല്ല, ഇത് ഒളിച്ചോട്ടമാണ്. നീ ഇത്രയും കാലം മറ്റുള്ളവരുടെ സൃഷ്ടികൾ മാത്രം കണ്ട് സമയം കളയുകയായിരുന്നു. സ്വന്തമായി എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിൻ്റെ അനുഭവം തന്നെ നീ മറന്നുപോയി. ഒരു കാലത്ത് നീ എന്തൊക്കെയോ സൃഷ്ടിക്കുമായിരുന്നു, ഓർമ്മയുണ്ടോ? ആരും കാണാനല്ല, ലൈക്കുകൾക്കോ ക്യാപ്ഷനുകൾക്കോ വേണ്ടിയല്ല, നിന്റെ സ്വന്തം ഹൃദയത്തിനു വേണ്ടി മാത്രം നീ ഡയറി എഴുതിയിരുന്ന ഒരു കാലം ഓർമ്മയുണ്ടോ? മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കാതെ നീ ചിത്രങ്ങൾ വരച്ചിരുന്ന ഒരു കാലം, പദ്ധതികൾ തയ്യാറാക്കിയിരുന്ന കാലം, സ്വപ്നങ്ങൾ ഉറക്കെ പറഞ്ഞിരുന്ന കാലം. ഓർമ്മയുണ്ടോ ഇവയെല്ലാം? ഇപ്പോഴും നീ ഇവിടെയുണ്ട്, കഴിവുള്ളവളാണ്. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ നീ നിശബ്ദയാണ്. സമാധാനം നൽകുന്ന നിശബ്ദതയല്ല അത്. എന്തിനേയോ കാത്തിരിക്കുന്നത് പോലുള്ള ഒരു നിശബ്ദതയാണ്. മറ്റു സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് നീ കാണുന്നു. അവർ എഴുന്നേൽക്കുന്നത് കാണുന്നു. പോസ്റ്റ് ചെയ്യുന്ന ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ പോലും അവർ ധൈര്യത്തോടുകൂടി പങ്കുവെക്കുന്നത് കാണുന്നു. എന്നാൽ നീ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുമായി നിന്നെ താരതമ്യം ചെയ്യുന്നു. എൻ്റെ സമയം എപ്പോഴാണ് വരുന്നത് എന്ന് ചിന്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ പുതിയ ബിസിനസ്, മറ്റൊരാളുടെ പുതിയ പുസ്തകം, മറ്റൊരാളുടെ പുതിയ തുടക്കം, ഇതെല്ലാം നീ സ്ക്രോൾ ചെയ്ത് കണ്ടുപോകുമ്പോൾ നിന്റെ നെഞ്ചിൽ എന്തോ മുറുകി പിടിക്കുന്നത് പോലെ തോന്നുന്നു. അവർക്ക് നല്ലത് ഭവിക്കരുത് എന്നല്ല, അവർക്ക് നല്ലത് സംഭവിക്കണം എന്ന് നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പക്ഷേ നിന്റെ ഉള്ളിൽ ഒരു ഭാഗം ചോദിക്കുന്നു, എന്നെക്കുറിച്ചോ? ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവർ അവരുടെ ജീവിതം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തായി മാറുകയാണ്? കാര്യങ്ങളൊന്ന് ശരിയായാൽ ഞാൻ തുടങ്ങാം, എനിക്ക് ആത്മവിശ്വാസം വന്നാൽ തുടങ്ങാം, കുറച്ച് കൂടുതൽ സമയം കിട്ടിയാൽ തുടങ്ങാം എന്ന് നീ നിന്നോട് തന്നെ പറയുന്നു അല്ലേ? പക്ഷേ ആ ശരിയായ സമയം ഒരിക്കലും വരില്ല. ആത്മവിശ്വാസം തനിയെ എത്തിച്ചേരുകയുമില്ല. സമയം തിരിച്ചു വരാനും പോകുന്നില്ല. പകരം മറ്റൊരാഴ്ച കടന്നു പോകുന്നു, പിന്നെ മറ്റൊരു മാസം. നീ ഈ ആശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതിന് 3 മാസം കഴിഞ്ഞ് തുടങ്ങിയ ആ സ്ത്രീ ഇപ്പോൾ നിന്നേക്കാൾ മുൻപ് 3 മാസം മുന്നിലെത്തിക്കഴിഞ്ഞു. അവൾക്ക് നിന്നേക്കാൾ കൂടുതൽ കഴിവുള്ളതുകൊണ്ടല്ല, അവൾ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആളായതുകൊണ്ടുമല്ല, അവൾ തുടങ്ങാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. എന്നാൽ നീ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഒരിക്കലും വന്നു തരാൻ പോകുന്നില്ല. ഒരു അനുമതിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ആപ്പ് റീഫ്രഷ് ചെയ്യുന്നു. ഉള്ളിലെ ആ വേദനയിൽ നിന്ന് എന്തെങ്കിലും നിന്നെ വഴിതിരിച്ചു വിടുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ ആ വേദന പറയുന്നത് കൂടുതൽ സ്ക്രോൾ ചെയ്യൂ എന്നല്ല, എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ ചെയ്യൂ എന്നാണ്. ചിലപ്പോൾ നീ നോട്ട്സ് ആപ്പ് തുറക്കുന്നു, ഒരു വാചകം ടൈപ്പ് ചെയ്യുന്നു, പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നു, പക്ഷേ ഒരിക്കലും അത് പോസ്റ്റ് ചെയ്യുന്നില്ല. ആ ആശയം നിൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതിൽ നിനക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ആ ആപ്പ് അടയ്ക്കുന്നു, പകരം മറ്റൊരു ആപ്പ് തുറക്കുന്നു. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ചില സമയത്ത് അത് നന്നായി എന്ന് തോന്നും, പക്ഷേ ആ നിമിഷത്തേക്ക് മാത്രം. കാരണം നീ കംഫർട്ട് സോണിലാണ്. ആ കംഫർട്ട് സോണിൽ നിന്നും സമാധാനമില്ല. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഫോൺ കണ്ടുകൊണ്ട് വിശ്രമം എന്ന് കരുതുന്നു. ശ്രദ്ധ തിരിക്കുന്നത് വിശ്രമമല്ല,
ശരിക്കും പറഞ്ഞാൽ വിശ്രമം നിന്നെ പുതുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ശ്രദ്ധ തിരിക്കുന്നത് ചെയ്യുന്നത് നിന്റെ വളർച്ചയെ വെറുതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. അടുത്ത കാലത്തായി ഇത് വിശ്രമം പോലെയെന്ന് നിനക്ക് തോന്നും. യഥാർത്ഥത്തിൽ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നീ അത്രയും ശീലിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ജീവിതം എന്ന് പോലും നീ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റൊരാൾ പാചകം ചെയ്യുന്നത് കാണുമ്പോൾ താനും പാചകം ചെയ്യുന്നത് പോലെ തോന്നും. മറ്റൊരാൾ വിജയിക്കുന്നതും കാണുമ്പോൾ ഞാനും വളരുന്നത് പോലെ തോന്നും. പക്ഷേ അത് യഥാർത്ഥ ജീവിതമല്ല. അത് ജീവിതത്തിൻ്റെ ഒരു പകർപ്പ് മാത്രമാണ്, യഥാർത്ഥ ജീവിതമേ അല്ല. നിന്റെ ഉള്ളിലെ എവിടെയോ ഒരു ഭാഗം ഇതെല്ലാം കണ്ട് മടുത്തിരിക്കുന്നു. എപ്പോഴും നോക്കി നിന്നതിൽ അവർക്ക് മടുത്തുപോയി. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിച്ചും കൈയടിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം കഴിവും സ്വപ്നങ്ങളും ഉപയോഗിക്കാതെ വെറുതെ കിടക്കുന്നത് അവർക്ക് മടുത്തു. സ്വന്തം കഴിവുകളും സാധ്യതകളും പോലും സ്ക്രോൾ ചെയ്ത് കടന്നു പോകുന്ന ഒരു സാധാരണ പോസ്റ്റ് പോലെ അവഗണിക്കുന്ന ജീവിതത്തിൽ നിന്റെ ഉൾമനസ്സിന് മടുത്തുപോയിരിക്കുന്നു. നിന്റെ ഉള്ളിലെ മറ്റൊരു വേർഷനിൽ എന്തെങ്കിലും സ്വന്തമായി ചെയ്യണമെന്നുണ്ട്. പക്ഷേ അത് ഉറക്കെ സമ്മതിക്കാൻ അവൾക്കിപ്പോഴും പേടിയാണ്. ഇന്ന് നീ കേൾക്കേണ്ട സത്യം ഇതാണ്: മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം വേണ്ടിയല്ല നീ ഈ ലോകത്ത് വന്നത്. എന്തെങ്കിലും സ്വന്തമായി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ദൈവം നിന്നെ ഇവിടെ ലോകത്തേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ ഉള്ളിൽ ലോകം ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദമുണ്ട്, ഒരു കഴിവുണ്ട്, ഒരു കഥയുണ്ട്. പക്ഷേ നീ നിന്റെ സമയം നിന്റെ സ്വന്തം ജീവിതം പണിയാൻ ഉപയോഗിക്കുന്നതേയില്ല. പകരം മറ്റുള്ളവരുടെ ജീവിതം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോകം ഇതുവരെ അത് കേൾക്കാത്തത്. ഇത് നിന്നെ ലജ്ജിപ്പിക്കാനല്ല, കുറ്റബോധമുണ്ടാക്കാനുമല്ല, നിന്നെ കുറ്റപ്പെടുത്താനോ ശകാരിക്കാനോ വേണ്ടിയുമല്ല. നീ ആവശ്യത്തിന് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ആവശ്യത്തിന് നിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞു. നിനക്കുള്ള സമയം വന്നിരിക്കുന്നു. നാളെയല്ല, ഞാൻ തയ്യാറായി എന്ന് തോന്നുമ്പോഴുമല്ല, ഭയം പൂർണ്ണമായി മാറിയതിനു ശേഷവുമല്ല, ഇപ്പോൾ തന്നെ. ഒരു സത്യം പറയട്ടെ, ആ ഭയം ഒരു പക്ഷേ ഒരിക്കലും പൂർണ്ണമായി ഇല്ലാതാകില്ല. നീ ആദ്യ വാചകം എഴുതുമ്പോൾ ആ ഭയം നിന്റെ ചെവിയിൽ പതുക്കെ മന്ത്രിച്ചേക്കാം. നീ ആദ്യമായി ലോകത്തിന് മുന്നിൽ പ്രസിദ്ധീകരിക്കുന്ന സമയത്തിനും അത് നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷെ ഭയം കൂടെ ഉണ്ടെന്ന് കരുതി നീ കാത്തിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഭയം ആദ്യം പോകണമെന്നില്ല. ഭയം ഉണ്ടായിരിക്കുമ്പോഴും നീ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമാണ്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നിന്റെ കംഫർട്ട് സോണിൽ ആയിരിക്കുമ്പോൾ നീ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. നീ എപ്പോഴൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നോ അപ്പോഴൊക്കെ നിന്റെ സ്വപ്നങ്ങൾ പതുക്കെ പതുക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നീ പതുക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നീ ജീവിക്കേണ്ടത് മറ്റുള്ളവരുടെ കഥകൾ കേൾക്കാനും ആഘോഷിക്കാനും വേണ്ടിയല്ല. നീ നിന്റെ കഥ മാറ്റി എഴുതാൻ ശ്രമിക്കേണ്ട സമയമായി. ഇടയ്ക്കൊക്കെ നീ ചിന്തിക്കുന്നില്ലേ, ഞാൻ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് രക്ഷപ്പെടണമെന്നൊക്കെ? കുഞ്ഞെ, അത് ദൈവം നിന്നോട് സംസാരിക്കുന്നതാണ്. എഫേസ്യർ 2:10 ഇപ്രകാരം പറയുന്നു: നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഓരോ മനുഷ്യനെയും ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു നിമിഷമെങ്കിലും ഇങ്ങനെ സ്വയം തോന്നുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവരുടെ ജീവിതം നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം സ്വന്തമായി എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആ ഉള്ളിൽ കേൾക്കുന്ന ചെറിയ ശബ്ദം വെറുതെയല്ല, അത് ദൈവത്തിൻ്റെ വിളിയാണ്. കാരണം തിരുവെഴുത്ത് പറയുന്നു, നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന്. അതുപോലെ തന്നെ എഫേസ്യർ 2:10 ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: മുൻകൂട്ടി ഒരുക്കുകയാണെന്ന്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ നിന്റെ ഉള്ളിലെ മനസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവം നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് നീ ശ്രദ്ധ വയ്ക്കുക തന്നെ വേണം. നീ സോഷ്യൽ മീഡിയയിൽ ഒരു അപരിചിതനുമായി പോലും നിന്നെ താരതമ്യം ചെയ്യാൻ തുടങ്ങിയതിനു മുമ്പ് തന്നെ ദൈവം നിന്റെ കൈകളാൽ ചെയ്യേണ്ട നല്ല പ്രവൃത്തികൾ ഒരുക്കി വച്ചിരിക്കുന്നു. മറ്റാരുടെയും കൈകളല്ല, നിന്റെ കൈകൾക്കായി. നിന്റെ ഉള്ളിൽ ശാന്തമായി കിടക്കുന്ന ആ സ്വപ്നം വെറുതെയല്ല, അത് സ്വാർത്ഥതയുമല്ല. അത് വളരെ ചെറുതാണോ, ഇനി വൈകിപ്പോയോ കരുതണ്ട. ആ സ്വപ്നം ദൈവം തന്നെയാണ് നിന്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നത്.
ഓരോ തവണയും സ്വന്തം ജീവിതം വളർത്തുന്നതിന് പകരം മറ്റുള്ളവരുടെ ജീവിതം മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ വെറുതെ സമയം കളയുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവം നിനക്കായി ഏൽപ്പിച്ച ഒരു ദൗത്യം നീ അവഗണിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിനക്കായി മാത്രം ദൈവം ഒരുക്കിയ ഒരു ദൗത്യം നീ അത് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. അതേസമയം മറ്റുള്ളവരുടെ ദൗത്യം എങ്ങനെയാണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ജീവിതം പഠിച്ച് നീ നിൻ്റെ സമയമാണ് പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ ജീവിതകഥ നിനക്കറിയാം, അവളുടെ യാത്ര നിനക്കറിയാം, അവളുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ നല്ല നിമിഷങ്ങളും നിനക്കറിയാം. പക്ഷേ നിൻ്റെ സ്വന്തം കഥ നിനക്കറിയാമോ? നിൻ്റെ കഴിവെന്താണെന്ന് നിനക്കറിയാമോ? മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊടുക്കുന്ന ശ്രദ്ധ പകുതി പോലും നിൻ്റെ ജീവിതത്തിനും സ്വപ്നങ്ങൾക്കും നൽകാൻ നിനക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്ന് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നിന്നെ കുറ്റപ്പെടുത്തുകയല്ല, ഇത് നിനക്കുള്ള ഒരു ക്ഷണമാണ്. കാരണം ഏറ്റവും മനോഹരമായ കാര്യം ഇതാണ്, വീണ്ടും തുടങ്ങാൻ ഇപ്പോഴും വൈകിയിട്ടില്ല. യെശയ്യാവ് 43:19 ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, അത് ഇപ്പോൾ ഉദ്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. അതെ, ദൈവം നിന്നോട് ഒരു പുതിയ കാര്യം ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ്. നിനക്ക് ഇതിനകം അറിയാവുന്ന പഴയ ജീവിതമല്ല, അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതുമല്ല, മറിച്ച് ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന പുതിയ വഴി, പുതിയ തുടക്കമാണ്. ഒരുപക്ഷെ നീ തുടങ്ങണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആ ചെറിയ ബിസിനസ് തന്നെയാകാം, അല്ലെങ്കിൽ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പഠനമോ ജോലിയോ ആകാം. നീ പലതവണ പങ്കുവെക്കണമെന്ന് വിചാരിച്ചെങ്കിലും പങ്കുവെക്കാത്ത വെച്ചേക്കുന്ന ആ ആശയമായിരിക്കാം അത് ഇപ്പോൾ മുളച്ചു വരികയാണ്. പക്ഷെ നീ അത് തിരിച്ചറിയുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിൽ നിൻ്റെ സ്വന്തം ആവശ്യങ്ങൾ കാണാതെ പോകുകയാണോ? ആ തിരുവെഴുത്ത് ശ്രദ്ധിച്ചോ? ഞാൻ ഒരിക്കൽ വളരെ ദൂരമുള്ള ഭാവിയിൽ ഒരു പുതിയ കാര്യം ചെയ്യും എന്നാണോ ദൈവം പറയുന്നത്? അല്ല, അത് ഇപ്പോൾ തന്നെ മുളച്ചു വരികയാണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ തന്നെ, ഈ നിമിഷം. അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തേക്ക് ഫോൺ താഴെ വയ്ക്കൂ. സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നിൻ്റെ ആ ആശയത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കൂ. പലപ്പോഴും ഒരു പുതിയ സ്വപ്നം വളരാൻ വേണ്ടുന്നത് 2 ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. അതിന് ജീവിച്ചു നിൽക്കുവാൻ കഴിയുന്നത്ര ശ്രദ്ധയും സമയവും കൊടുക്കുക. ഈ സാഹചര്യത്തോട് വളരെ മനോഹരമായി ചേർന്ന് നിൽക്കാൻ മറ്റൊരു തിരുവെഴുത്ത് കൂടിയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടു ചെയ്യുവിൻ. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം മനുഷ്യർക്കല്ല, ലൈക്കിനു വേണ്ടിയല്ല, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല, ആളുകൾ കാണാൻ വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ് നാം ഇതെല്ലാം ചെയ്യേണ്ടത്. ഈ ചിന്തയെല്ലാം മാറ്റിമറിക്കുന്നു. കാരണം നീ ദൈവത്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ അനുമതി നിനക്ക് ആവശ്യമില്ല. സോഷ്യൽ മീഡിയ അൽഗോരിതം നിന്നെ അംഗീകരിക്കണമെന്നില്ല, കമൻറ്റ് ചെയ്യുന്ന ആളുകളെ നീ പ്രശംസിക്കണമെന്നില്ല. അതൊന്നും നിൻ്റെ വില നിശ്ചയിക്കുന്നതല്ല. നിൻ്റെ തുടക്കത്തെ മറ്റൊരാളുടെ 10 വർഷത്തെ കഠിനാധ്വാനവുമായി നീ താരതമ്യം ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നീ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ്, തുടങ്ങുക. ജസ്റ്റ് സ്റ്റാർട്ട് നൗ ഇറ്റ്സെൽഫ്.